ഓരോരോ കാലഘട്ടത്തില് പല പല ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. ഇതൊരു ശരിയാണോ തോന്നുന്നത്? ഇങ്ങനെ ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ? ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം. അതിലേതെങ്കിലും നമുക്കൊരെണ്ണം അസ്വാഭാവികമായിട്ട് തോന്നി. എന്നെ ബാക്ക് ഫയർ ചെയ്യുന്ന ഒറ്റ പോയിന്റ് പോലും ആ വിഷയത്തിനകത്ത്. എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സിനിമയിൽ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എയറിലായിരിക്കും. രാഹുലിന്റെ പ്രണയിനികൾക്ക് മൊത്തം ഉൾപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു. അപ്പം എല്ലാവർക്കും സാധ്യതയുണ്ട്, ആരും പിന്മാറരുത്. എന്നെ പോലെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഇഷ്യൂസിന്റെ എഡ്ജാണ്. ഇനി നമ്മൾ പരിപൂർണമായിട്ട് ഡിഫൻസിൽ പോകുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് എനിക്ക് അമ്പരപ്പാണ്. എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയും? നമുക്ക് ഒളിക്കാനും മറക്കാനൊന്നുമില്ല. ട്രാൻസ്പെറന്റ് ആണ്, ആർക്കും പരിശോധിക്കും. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹായ് രാഹുൽ. ഹായ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ശരിക്കും രാഹുൽ ഈ കോൺഗ്രസിനകത്ത് മാത്രമല്ല ഇപ്പോൾ രാഹുലിന്റെ ഗ്ലാമർ എന്ന് പറയുന്നത്, ടോട്ടൽ ഗ്ലാമറസ് MLA ആണ്. അത് ഭയങ്കര സന്തോഷം. ഞാൻ പൊതുവെ ഇന്റർവ്യൂകൾക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷെ ഇതൊരു ബൂസ്റ്റായി. അതായത് ഈ നിങ്ങൾ ആദ്യമായിട്ട് നിയമസഭയെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നിയമസഭാ പ്രസംഗങ്ങൾ കേൾക്കുന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൊഫഷൻ്റെ ഭാഗം. പക്ഷെ രാഹുൽ സംസാരിക്കുന്നത് ഞാൻ അന്ന് തന്നെ കണ്ടു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ അവിടെ സംസാരിക്കുന്നത്? വ്യക്തിപരമായ മെച്ചമൊന്നുമില്ല. അത് ഇപ്പോൾ ഞാനൊരു 2026 ജനറൽ ഇലക്ഷനിൽ മത്സരിച്ച് MLA ആകുന്ന ആളാണെങ്കിൽ ആ ഒരു അറ്റൻഷൻ കിട്ടണം എന്നില്ല. കേരളം ചർച്ച ചെയ്ത പല കാരണങ്ങൾ കൊണ്ട് ചർച്ച ചെയ്തൊരു ഇലക്ഷനിൽ ജയിച്ച MLA എന്നുള്ള ശ്രദ്ധയാണ് ആ കിട്ടുന്നത്. അതിപ്പം ഞാനല്ല, വേറൊരാൾ മത്സരിച്ച് ജയിച്ച് വേറൊരു കോൺഗ്രസ് MLA വന്നു കഴിഞ്ഞാലും അത് തന്നെ കിട്ടും. അത് വ്യക്തിപരമല്ല, അത് ഒക്കേഷനും ആ സിറ്റുവേഷനും ഓറിയന്റഡ് ആയിട്ട് മാത്രം ഉണ്ടാകുന്ന അറ്റൻഷൻ. ഇങ്ങനെ വർത്താനം പറയാനുള്ള രാഹുലിന്റെ മിടുക്ക് കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരു വിഷയത്തെ എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് പറയുമ്പോഴും അഗ്രസീവ്നെസ് കാണിക്കുന്നിടത്തും രാഹുലിൻ്റെ ഒരു ഈ സംസാരിക്കാനുള്ളൊരു ശേഷിയുണ്ടല്ലോ. എന്ന് വെച്ചാൽ കണക്ഷൻസ് ലോജിക്കലി അത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിൽ. ഇതൊന്നും വ്യക്തിപരമല്ല. ആ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന ഇഷ്യൂസിന്റെ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നു, നമുക്ക് കുറച്ച് ഇഷ്യൂസിൽ, നമ്മൾ പറയുന്ന ഇഷ്യൂസിലെല്ലാം നമുക്ക് വലിയ എഡ്ജുള്ള ഒരു സമയമാണ്. ആ എഡ്ജുള്ള സമയത്തിൻ്റെതായ എഡ്ജാണ്. അത് എനിക്ക് മാത്രമല്ല, അത് എന്നെ പോലെ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഇഷ്യൂസിന്റെ എഡ്ജാണ്. ഇനി നമ്മൾ പരിപൂർണമായിട്ട് ഡിഫൻസിൽ പോകുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇടതടവില്ലാതെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരുത്താനുള്ളൊരു മിടുക്കില്ലേ, ഇത് ശരിക്കും വായനയുടെ ബേസിൽ വന്നതാണോ? നിങ്ങളത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കലും. പ്രസംഗിക്കുമ്പോൾ സാധാരണ എല്ലാവരുടെയും മോഡുലേഷൻ മാറാറുണ്ട്, ബാസ് മാറ്റാറുണ്ട്, ശബ്ദത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്, പ്രയോഗത്തിൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോഴും വർത്താനം പറയുകയാണ്, ചാനൽ ചർച്ചകളിലും വർത്താനം പറയുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു 99.99% മനുഷ്യന്മാരും വർത്തമാനമാണല്ലോ പറയുക. അതിനോട് കണക്റ്റഡ് ആകുന്ന ഒരു ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും, അല്ലാതെ വേറെ അത്ഭുതമൊന്നുമില്ല. എനിക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്തതാണ്. അത് എൻ്റെ പ്ലസ് എന്നല്ല, സത്യത്തിൽ എൻ്റെ മൈനസ് ആണ്. എനിക്ക് മോഡുലേഷൻസ് ഒരുപാട് കഴിയില്ല. എനിക്ക് ഒച്ചയെടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒച്ചയടയ്ക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്ത് ശബ്ദത്തിലൊരു സ്ട്രെയിൻ ചെയ്യാറില്ല. അപ്പം അതങ്ങ് കാഷ്വലായി പോയതാണ്. ചെറുപ്പത്തിൽ തന്നെ ജയിലിൽ കിടക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. അപ്പം ജയിലിൽ കിടക്കാനുള്ള അവസരം എന്നാണ് ഞാൻ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഒരു 5 പ്രാവശ്യം ജയിലിൽ കിടക്കുമ്പോൾ ശരിക്കും ഗ്ലാമർ കൂടുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ആ ജയിൽവാസം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. കാരണം ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു തീവ്രതയുടെ ആഴം പറയുന്നത് നമ്മൾ 5 പ്രാവശ്യം ജയിലിൽ കിടന്നത്. ഇതൊരു മെച്ചമാണ്. ഇതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ അനുഭവം മാത്രമല്ല, അതിനകത്ത് ഒരു സമരമാണ്, നമ്മൾ നിരന്തരമായി സമരം നയിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഫിഗർ വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി തന്നെ നമ്മൾ പ്രയോഗിക്കാൻ ചില സ്ഥലങ്ങളിൽ ശ്രമിക്കുകയും ചെയ്യും. അതൊരു വിജയമല്ലേ അജയിൽ കിടക്കൽ? ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ കാലം തൊട്ട് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ്. അത് നമുക്ക് ഒരു വലിയ അനുഭവമാണ്. ജയിലെന്ന് പറയുന്നത്, നമ്മളിപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമല്ലോ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2025 നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് വിചാരിക്കും. ഒരു തവണ ജയിലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സ്വാതന്ത്ര്യം എന്ന്. കാരണം നിങ്ങൾക്കിനിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഇപ്പം ഒരു പൊതുപ്രവർത്തന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമെന്നറിയാം. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും, നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം ഭയങ്കരമായി ലിമിറ്റ് ചെയ്യപ്പെടുകയല്ലേ. ഒരു 4 ചുമരിലല്ലേ നിങ്ങളുടെ മൂവ്മെന്റുകളെല്ലാം പറ്റുള്ളൂ. നമുക്ക് സമയം നോക്കാൻ കഴിയില്ല, സമയം മാറുന്നത് നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഒരു തരം എന്റർടൈൻമെന്റും ഇല്ല, നമുക്ക് പുറംലോകമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. എന്നിട്ട് ഇപ്പം നമ്മളോടൊപ്പം കിടക്കുന്നവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അതിൽ തന്നെ ഒരു 90% ഹാർഡ് കോർ ക്രിമിനൽസ് ആണല്ലോ. അതിൽ കൊലപാതകികൾ ഉണ്ടാകാം, ലഹരി കടത്തിയ ആളുകൾ ഉണ്ടാകാം, മറ്റു പല കേസുകളിലും പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരോടൊപ്പമാണ് നമ്മൾ കിടക്കേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളെപ്പോഴേലും കള്ളനെ കാണേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കള്ളനെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന, ഇപ്പൊ നമ്മുടെ വീട് അപഹരിക്കാൻ വരുന്ന ആളാണല്ലോ കള്ളൻ. നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മൾ കുറെ കള്ളന്മാരുടെ കൂടെയാണ് കിടക്കേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. ഒരു പൊതുപ്രവർത്തന ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഒരു ജയിൽവാസം ഉണ്ടാകണം. അത് ഏത് കാലഘട്ടത്തിലും, ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പറയും ജയിലിൽ പോകുന്നൊന്നും അല്ല എന്ന് പറയാം. എന്നാലും പുതിയ കാലഘട്ടത്തിലായാലും നമ്മളൊരു സമരം, അതൊരു നമ്മുടെ സമരത്തിന്റെ ഇന്റൻസിറ്റിയാണ് കാണിക്കുന്നത്. നമ്മളൊരു ഇഷ്യൂ ഏറ്റെടുത്തു. ഇപ്പം ഞാൻ ആദ്യമായി ജയിലിൽ പോകുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്യൂ ആണ്. 18 വയസ്സ്. അത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ജയിലിൽ പോകുന്നത്. അതൊരു സമരത്തിന്റെ ഇഷ്യൂ ആണ്. എന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അമ്മമാരുടെ പെൻഷന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. ആ സമരത്തിന്റെ പേര് നമ്മൾ ജയിലിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനത്തോട് കൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസ്. ഈ ജയിലിനകത്ത് എന്നിട്ട് ഇപ്പൊ രാഹുൽ ആദ്യം ചെല്ലും പോലെയല്ല രണ്ടാമത് പോകുന്നത്. രണ്ടാമത് കുറച്ചുകൂടെ എക്സ്പ്ലോറേഷൻ മൈൻഡ് ഉണ്ടാവും. അപ്പൊ ഈ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ നന്നായി ആളുകളോട്, ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു എന്റർടൈൻമെന്റ് എന്ന് പറയാവുന്ന പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഈ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ജയിലിൽ കിടക്കുന്ന എല്ലാ ആളുകളോടും ഇപ്പം നിങ്ങൾ നടത്തുന്ന പോലെ ഇന്റർവ്യൂ നടത്തും. ഞാൻ എന്താണ് നിങ്ങളുടെ പശ്ചാത്തലം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ സംസാരിക്കാം. ഇപ്പൊ അവരോട് സ്വാഭാവികമായിട്ട് നമുക്ക് അതെങ്ങനെയാ അവരത് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ട്. അല്ല, അപ്പം എനിക്ക് എന്റെ കൗതുകം എന്ന് വെച്ചാൽ രാഹുൽ അവരെ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ചെറുപ്പത്തിലാവുമ്പോ നമുക്ക് കുറച്ച് അണ്ണാന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ വിളിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രായത്തിന് മുതിർന്ന എല്ലാ ആളുകളും നമ്മൾ അങ്ങനെ ചേട്ട എന്ന് തന്നെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബഹുമാനം ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രായത്തിന് ഇളയ ആളുകളാണെങ്കിൽ അവരെ പേര് വിളിക്കും, പ്രായത്തിന് മൂത്ര ചേട്ടാന്ന് വിളിക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഒരുപാട് രസകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. പിന്നെ ഇവര് ഈ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പലപ്പോഴും അഡ്മിഷൻ സെല്ലിലായിരിക്കും ഈ സമരം ചെയ്ത് ചെല്ലുന്ന ആളുകൾ വരുന്നത്. അപ്പോൾ അഡ്മിഷൻ സെല്ലിൽ ചെല്ലുമ്പം ഇവർ നമ്മളോട് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയുന്നതും യഥാർത്ഥത്തിൽ അവർ ജയിലിൽ വന്നതായിട്ടുള്ള സംഭവമായിട്ട് ഒരു ബന്ധമില്ല. അത് പിറ്റേ ദിവസം പത്രം കണ്ടപ്പോഴേക്കും മനസ്സിലാവും. പിറ്റേ ദിവസം പത്രത്തിൽ ഇവരുടെ വാർത്ത ഉണ്ടാകും. അപ്പം ഒരിക്കൽ ഒരാൾ വന്നു. അപ്പൊ അയാൾ മോഷണ കേസാണ്. അപ്പം അയാളോട് ചോദിച്ചു നിങ്ങൾ പിന്നെ എന്തിനാണ് ജയിലിൽ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാനാണ് ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തു തന്നെ. അപ്പൊ നമുക്ക് ഭയങ്കര സഹതാപം തോന്നി. പാവം, ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ദയനീയതയൊക്കെ തോന്നി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം പത്രം വന്നു കഴിഞ്ഞപ്പം അയാള് അടച്ചിട്ടിട്ട് അമേരിക്കയിൽ പോയ ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചു. അപ്പൊ ഇയാളുടെ പ്രത്യേകത, ഇയാൾ ഓരോ ദിവസമായിട്ടാണ് കൊള്ളയടിച്ചത്. ഒരു ദിവസം വന്നിട്ട് റെഫ്രിജറേറ്റർ എടുത്തോണ്ട് പോകും, അടുത്ത ദിവസം വന്നിട്ട് വാഷിംഗ് മെഷീൻ എടുത്തോണ്ട് പോകും. ഇയാൾ ഇതിന്റെ താക്കോലൊക്കെ കൈക്കലാക്കി ഇങ്ങനെ ഭയങ്കര ലോഡുമായിട്ടല്ല പോകുന്നത്. ഏറ്റവും അവസാനത്തെ ദിവസം ഇയാൾ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ വന്നപ്പോൾ ഇയാൾ പിടിക്കാൻ പറ്റും. അപ്പൊ ഇദ്ദേഹം നമ്മളോട് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ എടുത്തതിനാണ് എന്നെ പിടിച്ചതെന്ന് പറയും. അങ്ങനെ ഉള്ള ഒരുപാട് ഇതുണ്ട്. പിന്നെ വേറൊരു മോഷണ കേസിൽ വന്ന ഒരാളെ ഭയങ്കരമായിട്ട് ആളുകൾ കളിയാക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു മോഷ്ടാവാണ്. ഇയാളുടെ പ്രത്യേകത, ഇയാള് അമ്പലങ്ങളിലെ അമ്പലങ്ങളിലെയും പള്ളികളിലെയും വഞ്ചി മോഷ്ടിക്കുന്ന ആളാണ്. അപ്പൊ ഇത് പിടിക്കപ്പെടത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ പ്രത്യേകത, സാധാരണ എല്ലാവരും പൂട്ട് പൊളിച്ചു കൊണ്ടുപോകല്ലേ, ഇയാള് പൂട്ട് പൊളിച്ചിട്ട് പണം എടുത്തതിന് ശേഷം തിരിച്ച് പൂട്ടി വെക്കും. ഇയാൾ തിരിച്ച് പൂട്ടി വെക്കും. അപ്പം ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ ഇയാളൊരു വലിയ പിശുക്കനാണ്. അപ്പൊ ഇയാള് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് പൈസ എല്ലാം ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് വന്ന്, അപ്പൊ ഇയാൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഓട്ടോ വരുന്നു. അപ്പൊ ഓട്ടോക്കാരനോട് ചോദിച്ചു സ്റ്റാൻഡ് വരെ പോകുന്നതിന് എത്ര രൂപയാന്ന് ചോദിച്ചു. അപ്പം ഈ ഓട്ടോക്കാരൻ 200 രൂപയെന്നോ മറ്റോ പറഞ്ഞു, കുറച്ച് റേറ്റ് കൂട്ടി പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു എന്തിനാ വെറുതെ 200 രൂപ കൊടുക്കുന്നത്? അപ്പൊ ഞാൻ നടന്നു തന്നെ പോയി 200 രൂപ ലാഭിക്കാമെന്ന് പറഞ്ഞ് ഇയാളൊരു പിശുക്കൊണ്ട് നടന്നു വരുന്ന സമയത്ത് രാത്രിയിൽ പോലീസ് പട്രോളിങ്ങിന് വേണ്ടിയിട്ട് വാഹനം വരുമ്പം ആ വാഹനം ചവിട്ടി ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണല്ലോ. അപ്പൊ ചോദിച്ചു എന്താ രാത്രി നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞല്ല അപ്പുറത്ത് വരെ പോയതാണെന്ന് പറഞ്ഞപ്പം ഇയാളെ മുൻപ് ഏതോ കേസിൽ പിടിച്ചൊരു സിവിൽ പോലീസ് ഓഫീസർ വണ്ടിയുടെ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇയാൾ നീ കള്ളനല്ലടാന്ന് ചോദിച്ച് ഇയാളെ പിടിക്കുന്ന
ഒരു സാഹചര്യം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ രസകരമാണ്. അപ്പം ചില കൊലയാളികളെ കാണാറുണ്ട്, കൊലക്കേസിലെ പ്രതികളെ കാണാറുണ്ട്. എനിക്ക് അമ്പരപ്പാണ് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക. എനിക്ക് ഉത്തരമില്ലാത്ത ഇപ്പൊ പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഒക്കെ എണ്ണമറ്റ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അവരോട് നിരന്തരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്. വളരെ കരുതി കൂട്ടി ആളെ കൊല്ലുന്ന രീതിയാണ് CPM. എങ്ങനെയാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക? എനിക്ക് കഴിയില്ല. അതെനിക്കൊരു വലിയ അമ്പരപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആളുകളെ കൊല്ലുക എന്ന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. രാഹുലിന്റെ മനസ്സോ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരു കള്ളൻ പവിത്രൻ അതിനകത്തുണ്ടോ എന്ന് നമ്മൾ തെരയില്ലേ. നമ്മൾ ഈ കള്ളൻ പത്മരാജന്റെ സിനിമകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കള്ളൻ പവിത്രൻ അറിയാലോ, ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു, നമ്മൾ കള്ളനെ സ്നേഹിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയാണ് മനുഷ്യരോട് എപ്പോഴും സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇവരിലൊക്കെ ഒരു നന്മ കണ്ടെത്താനും ഒക്കെ ശ്രമിക്കും. അല്ല, കുറേയേറെ ആളുകളെ ഇപ്പം ഞാനതിനെ ഏതെങ്കിലും ഒരു വാക്ക് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്രൈമിനെ എൻഡോഴ്സ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത്. എങ്കിൽ പോലും ചില ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്രൈമുണ്ട്. അപ്പം ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി തന്നെ രണ്ടും ഒന്ന് തന്നെയാണ്. ക്രൈം ഈസ് ക്രൈം. അത് മോഷണമായാലും കൊലപാതകമായാലും എന്തായാലും ക്രൈം ഈസ് ക്രൈം. പക്ഷെ ചിലരുടെ ജീവിത സാഹചര്യം കൊണ്ടുണ്ടാകുന്ന ക്രൈം ഉണ്ട്. അതിനൊരു പരിധിവരെ സൊസൈറ്റി ഉത്തരവാദിത്വം. ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരുപാട് ക്രൈം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം ആളുകളോട് നമുക്കൊരു ഒരു പോയിന്റിലെങ്കിലും നമുക്കൊരു സഹതാപമൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ രാഹുൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സിമ്പിളായി പറയാന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വായന അത്യാവശ്യമുള്ളത്. എനിക്ക് ഈ ബുക്സ് ഒക്കെ കാണുമ്പോഴും പിന്നെ രാഹുലിനെ കുറിച്ച് അത്യാവശ്യം സെർച്ച് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായത് അത്യാവശ്യം വായന. ആ വാക്കാ കറക്റ്റ്. അത്യാവശ്യം വായനയുടെ ആളാണ് ഞാൻ. അപാരമായ വായന. അത്യാവശ്യ വായന എന്ന് പറഞ്ഞാൽ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ടാവും, ബഷീറിന്റെ പ്രേമലേഖനവും വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് രാഹുൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞാനൊരു ഒരു വലിയ വായനക്കാരൻ. ഞാൻ വായിക്കും, അതാ പറഞ്ഞത് അത്യാവശ്യ വായനക്കാരൻ. എനിക്ക് അത്യാവശ്യമുള്ളതാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കുന്നത്. അപ്പം അങ്ങ് സൂചിപ്പിച്ച റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദിയുടെ പ്രത്യേകത, ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പുതിയ തലമുറയെ നമ്മൾ അഡ്രസ് ചെയ്യുമല്ലോ. പുതിയ തലമുറയാണല്ലോ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് കൂടുതലായിട്ട് അഡ്രസ് ചെയ്യാനായിട്ടുള്ളത്. അവരുടെ ക്യാമ്പസുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പൊ അവരിങ്ങനെ ചോദിക്കും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി ചോദിച്ചു ഉടനെ ചോദിക്കും റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് സത്യത്തിൽ വായിച്ചിരുന്നില്ല അന്ന്. ഇല്ല, വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു പുച്ഛമുണ്ട്. ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വായനക്കാരെന്നുള്ളൊരു പുച്ഛമുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചോദ്യം നിരന്തരമായി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചാലേ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജയിലിൽ പോകുമ്പം റാം കെയർ ഓഫ് ആനന്ദി അവിടെ ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ്. സത്യത്തിൽ ആ വിഷയത്തിനകത്ത് എനിക്ക് സൂപ്രണ്ടിന്റെ ഇടപെടൽ വേണ്ടി വന്നു. ജയിലിനകത്ത് ഏറ്റവും അധികം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പുസ്തകം റാം കെയർ ഓഫ് ആനന്ദിയാണെന്ന് ഇങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു, അപ്പം ഞാൻ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഒന്ന് വാങ്ങി തരുമ്പോൾ ജയിലിനാൻ വരുന്ന വായിക്കാന്ന് പറയുമ്പോൾ പുള്ളി ആ പുസ്തകം എടുത്ത് ഒരാളോട് ചോദിച്ചു 2 ദിവസത്തേക്ക് കൊടുക്കുന്നു. 2 ദിവസം കൊണ്ട് വായിച്ച് തിരിച്ച് അവിടെ കൊടുക്കുകയായിരുന്നു. അപ്പൊ റാം കെയർ ഓഫ് ആനന്ദി അങ്ങനെ വായിക്കേണ്ടി വന്നു. ജയിലിനകത്തും കൺസിഡറേഷൻ ഇതൊരു കൺസെഷനാണ്. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ സൂപ്രണ്ടിന് കുഴപ്പമുണ്ടാവരുത്. ഒരു നല്ല മനുഷ്യനാണ്. തിരുവനന്തപുരം, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള സൂപ്രണ്ട് തിരുവനന്തപുരം ജയിലിലെ സൂപ്രണ്ടാണ്. അപ്പം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഒരു പരിഗണനയും ഒരാൾക്കും പ്രത്യേകമായി കൊടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷെ എല്ലാവരോടും അപ്പം എന്നെ മാന്യമായി ട്രീറ്റ് ചെയ്യും. ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇയാൾ എന്നെ, വിനോദ് തോമസ് എന്നാണ് അയാളുടെ പേര്, എന്നെ ഇയാൾ മാന്യമായി ട്രീറ്റ് ചെയ്തല്ലോ എന്ന്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഒരു വലിയ കുറ്റവാളിയെ കാണുമ്പോൾ അയാളുടെ പെരുമാറ്റം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം അയാളെ വളരെ മാന്യമായി അയാളുടെ ജയിലിലുള്ള മുഴുവൻ ആളുകളെ മാന്യമായി ട്രീറ്റ് ചെയ്യുന്നത്. അതെ, പോളിസിയാണ്. അപ്പൊ ഈ പിന്നെ പ്രേമലേഖനത്തിന്റെ കാര്യം പറയുമ്പോൾ ബഷീറിന്റെ എല്ലാ പുസ്തകവും, ഒരുവിധം എല്ലാ പുസ്തകവും എനിക്ക് തോന്നുന്നു ചെറിയ വായനക്കാരനാണ്. പക്ഷെ ഞാൻ ബഷീറിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ബഷീറിന്റെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും അപ്പൊ ചെറുതിലേ തൊട്ട് നമുക്ക് ബഷീറിന് ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരുവിധം ബഷീർ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ ആളുകൾ വല്ലാതെ പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പം ബെസ്റ്റ് സെല്ലേഴ്സിനപ്പുറം ആളുകൾ ഇങ്ങനെ നന്നായി ഒന്ന് കുറെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം മാത്രം വായിക്കുന്ന ഒരാൾ. ലേറ്റസ്റ്റ് ഏതൊരു പുസ്തകം ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആത്രയമാണ്. ആത്രയം ഇങ്ങനെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് ടെക്നിക്ക് എന്നുള്ളത്. അല്ല, അത് ഇതാണ് ടെക്നിക്ക്. അതായത് എല്ലാവരും നല്ലതെന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ നമുക്ക് 2 വെച്ചാണ്. ഒന്ന്, ആ പുസ്തകം നമ്മൾ വായിച്ചിരിക്കും. 2, നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് വെറുതെ പോകുന്നില്ല. എല്ലാവരും കൂടെ പറയുമ്പോൾ അതൊരു നല്ല പുസ്തകം ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇഷ്ടം. വീട് കാണുന്നതിന് മുമ്പ് എനിക്ക് വായനയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാനുണ്ട്. നമുക്ക് ഇരുന്ന് പറയാം. താങ്ക് യു.
ചായക്കാരൻ കോളേജ് കാലം തൊട്ടുള്ള ഫ്രണ്ടാണ്. സുഹൃത്താണ്. നമ്മുടെ കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു. ആ, അടിപൊളി. അപ്പം ഞങ്ങള് ഒരുമിച്ചാണ് കുറെ ഉപജീവന മാർഗങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ നടത്തുന്നത്. ബിനാമിയാണല്ലേ? അതാണ് ചോദ്യം. ബിനാമിയല്ല, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റെ പേരിൽ തന്നെയാണ്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചില സമയത്തൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടായി ഒക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരു വിവരാവകാശം കൊടുത്താൽ നിങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ ലൈസൻസ് എടുത്തിട്ടുള്ള സംരംഭങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും വാഹനം ഞാൻ തന്നെ ലോൺ എടുത്ത്, അന്നത്തെ വാഹന കേസിൽ ഞാൻ തന്നെ ലോൺ എടുത്ത് വാഹനം എടുത്ത് ഇപ്പോഴും എന്റെ പേരിൽ തന്നെ എന്റെ ആദ്യത്തെ ബുള്ളറ്റ് തൊട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ വാഹനം വരെ എന്റെ പേരിൽ തന്നെ എടുക്കുന്നവരാണ്. അപ്പൊ അതിനകത്തൊരു നമുക്ക് ഒളിക്കാനും മറക്കാനൊന്നുമില്ല, ട്രാൻസ്പെറന്റ് ആണ്, ആർക്കും പരിശോധിക്കും. കരുതി കൂട്ടിയാണ് ചുമ്മാ അല്ല ഇതുവരെ എത്തിയത്. ഈ യുവാക്കളുടെ പലതരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അരിക എന്ന് പറയുന്ന ആപ്പ്, അപ്പം ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ അരിക ആപ്പില് രാഹുൽ മെമ്പർ അല്ല എന്ന് വിചാരിക്കുന്നു. അതെന്താ മെമ്പർ ആവാത്ത? അല്ല, ഈ ഞാൻ പറഞ്ഞതേ ഇതൊന്നും പുതിയ കാര്യമല്ല. ഇപ്പൊ അതിനൊന്ന് ഒരു ആപ്പിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ആപ്പ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പം എന്താ ഇത് പറയുന്നത്? ഓരോരോ കാലഘട്ടത്തില് പല പല ബന്ധങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. ഇപ്പം അതിങ്ങനെ അരികെ പറയുമ്പോഴാണ് നമുക്ക് ഇതൊരു ശരിയാണോ തോന്നുന്നത്, ഇങ്ങനെ ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അത് എത്ര സ്വാഭാവികമായിട്ടാ മറ്റേ ചേരൻ ഓട്ടോഗ്രാഫിൽ ചെയ്തിരിക്കുന്നത്. ഓട്ടോഗ്രാഫിൽ ഇത് തന്നെയല്ലേ. ഓട്ടോഗ്രാഫിൽ സ്കൂളിൽ പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പം വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നുമല്ലാത്ത ഒരു ബന്ധം, അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം, ഇനി ഇതൊന്നുമല്ലാത്ത, ഞാൻ ഓട്ടോഗ്രാഫ് കണ്ടിട്ടില്ലാത്ത ആർക്കെങ്കിലും സ്പോയിലർ ആകുന്നില്ല, ഇതൊന്നുമല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് കല്യാണം വിളിക്കാനായിട്ട് ഈ സ്കൂളിൽ പഠിച്ച ആളെ തൊട്ട് കാണാൻ പോകുന്നൊരു യാത്ര. പല ബന്ധങ്ങളല്ലേ. അതിലേതെങ്കിലും നമുക്കൊരെണ്ണം അസ്വാഭാവികമായിട്ട് തോന്നിയോ? ഒരെണ്ണം പോലും നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നില്ല. നമുക്കതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട്. ചേരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമമുണ്ട്. അപ്പൊ എല്ലാവരോടും അവസാനം സ്നേഹയോട് വരെ നമുക്ക് പ്രേമം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചേരൻ ഇങ്ങനെ വേറൊരാളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. പോട്ടെ, ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ട സിനിമയല്ലേ നമ്മുടെ വാരണമായിരം. വാരണമായിരത്തിൽ എന്താ, സൂര്യക്ക് മേഘ്നയോട് ഉണ്ടാകുന്ന ഒരു വളരെ വലിയ ബന്ധം, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം, അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് മേഘ്ന കൊല്ലപ്പെടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതോടുകൂടി അവസാനിക്കും, നമ്മൾ തീരുമ്പോഴാണല്ലോ പിന്നെ അഞ്ചല എന്നുള്ള പാട്ടൊക്കെ വരുന്നു. അതൊക്കെ നമ്മുടെ ഈ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ്. അതെ, എന്റെ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ്. അപ്പം അത് അവിടെ കഴിഞ്ഞു എന്നാണല്ലോ വിചാരിക്കുന്നത്. അല്ല, പിന്നെ അടുത്ത ആളിലേക്ക് അത് എന്താ പറയാ, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകലുണ്ട്. അതിപ്പോ അരികെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് ആപ്പാക്കി എന്നുള്ളതല്ലാതെ അത് സംഭവിക്കുന്നുണ്ട്. അതിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ഹൃദയബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മളും ചത്തിരിക്കുകയാണ്. അതെ. പക്ഷെ മറ്റവളെ പ്രേമിച്ചു തുടങ്ങുമ്പോൾ അതെ മറ്റേ കൊച്ചിനെ നമ്മൾ മറന്നു. ഒടുക്കത്തെ ഇപ്പൊ നമ്മൾ അനൽമേലെ പനിത്തുള്ളിയാണ് ഞാനൊക്കെ റിപ്പീറ്റ്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന്. ഞാനത് എന്റെ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബോധപൂർവം പാട്ടുകളിലൂടെ ചില മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബോധപൂർവ്വം ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാനങ്ങ് തീരുമാനിക്കും ഒരു ലോസ്റ്റ് മൂഡ് ഒന്ന് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഞാനിങ്ങനെ 3-4 പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ ആദ്യം അഞ്ജല എന്നുള്ള പാട്ട്, വർണ്ണമായിരത്തിലെ പാട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ആഷിഖ് 2-ലെ ഹിറ്റ് പാട്ടുകൾ വേറെയാണെങ്കിലും ഭുലാദേന മുച്ച എന്നുള്ള പാട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നേരെ ആ പാട്ടിടും. അതിനുശേഷം അഴലിന്റെ ആഴങ്ങളിലൊന്നിടും. പിന്നെ എന്നിട്ട് അവസാനം ഈ മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ എന്നുള്ള പാട്ട്. രാഹുലിന്റെ പ്രണയിനികൾക്ക് മൊത്തം ഉൾപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു. ഇൻസ്റ്റ അഴലിന്റെ ആഴങ്ങൾ പറഞ്ഞു, വാരണമായിരം പറഞ്ഞു, അതേപോലെ തന്നെ ആഷിഖ് 2 പറഞ്ഞു. അപ്പം
എല്ലാവർക്കും സാധ്യതയുണ്ട്, ആരും പിന്മാറരുത്. രാഹുൽ ശരിക്കും ഇത്രയും സുമുഖനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ്. അവിടെ റൂഫിൽ തലയിടിച്ചിട്ട് താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇവിടെ നാട്ടില്, അതായത് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഞാൻ തപ്പി നോക്കിയപ്പോ റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള്, നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിജൃംഭിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പോലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കടുക്കുകയും ചെയ്യുന്നില്ല. വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫിന്റെ പാർട്ടാണല്ലോ അതൊക്കെ. അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ്. ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും, അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും. ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഡൽഹി പഠനം ഭയങ്കര, അതായത് നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ അത് നമ്മുടെ സ്വപ്ന ക്യാമ്പസാണ് സ്റ്റീഫൻസ്. യൂണിവേഴ്സിറ്റിയിലെ മികച്ച മാർക്കുകളൊന്ന് കാലഘട്ടത്തിൽ നമുക്കുണ്ട്. അതൊരു പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല, ഉണ്ട്. അപ്പം അന്ന് നമുക്കതൊരു പൊങ്ങച്ചായിട്ടൊക്കെ തോന്നിയിരുന്നു. നമ്മളിങ്ങനെ നല്ല മാർഗ്ഗമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു പൊങ്ങച്ചവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മളൊന്നുമേ അല്ല എന്ന് ബോധ്യപ്പെടാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് സ്റ്റീഫൻസിലൊക്കെ ഒരു പഠനം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ്. അപ്പോൾ അവരുടെ ഒന്നും മുന്നിൽ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നല്ല അധ്യാപകരുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററിയെ സീരിയസ് ആയിട്ട് എടുക്കാൻ, ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിരുന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രകാരനായ ഹിസ്റ്റോറിയനായിട്ട് തന്നെ ഉള്ളൊരു അധ്യാപകൻ, ഒരു കോളേജ് അധ്യാപകനാകാൻ തന്നെ ആഗ്രഹിച്ച ആ വഴിയിലൂടെ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററിയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. PhD ചെയ്യുന്നുണ്ട്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും രാഹുലിന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ക്ഷണം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഉയർന്ന മൂക്കിനെ കുറിച്ചുള്ള വർത്താനം എന്തായാലും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാവും, കാമുകിമാർ പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ ഒരു മോഹം മനസ്സിൽ വരികയോ അങ്ങനെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സിനിമയിൽ ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എയറിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഫർ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പറയില്ല, തുറന്നു പറയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എയറിലായിരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല, അതിനെ വേറെ രീതി പ്രസന്റ് ചെയ്യും. പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ആണ് സിനിമ. ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ട്രോൾ ആവത്തില്ലല്ലോ അല്ലേ? ഇല്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പുതിയ സിനിമകളെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് ഷോ പോയി കാണും. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പുതിയ സിനിമകളും കാണും. അതിപ്പം നല്ലതായാലും മോശമായാലും കാണും. ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ജോബി, റിനോ, ഞങ്ങൾ കുറച്ചൊരു സിനിമ കമ്പനിക്കാരുണ്ട്. ഞങ്ങളെല്ലാം കൂടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ പല ഗ്യാങ് ഉണ്ട്. എനിക്ക് വേറൊരു ഗ്യാങ് ഉണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ അനിൽ, ഞങ്ങൾ വേറൊരു ഗ്യാങ് ഉണ്ട്. പാലക്കാട് MLA ആയപ്പോൾ പാലക്കാട് പുതിയൊരു സിനിമാ ഗ്യാങ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാങ്ങുകളിലൊന്ന് സിനിമാ ഗ്യാങ്ങാണ്. സിനിമ ഇങ്ങനെ കാണാൻ നമുക്കൊരു നമ്മുടെ വൈബിനോട് നിൽക്കുന്ന ഒരു ടീം എനിക്ക് വേണം. അതല്ലാതൊരു ടീമിനോടൊപ്പം സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സിനിമ കാണുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി ഇത് കാണാൻ പറ്റിയില്ല എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ സിനിമയുടെ പുതിയ കാലഘട്ടത്തിൽ ഒരുവിധം സംവിധായകന്മാരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു തെറ്റല്ലാത്ത ബന്ധം, അവരെ അങ്ങോട്ട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവര് അങ്ങനെ പിന്നെന്താ പറയാ, പിന്നെ ഒരു ഡയലോഗ് പോലുമുള്ള വേഷങ്ങൾക്കൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്. അതിങ്ങനെ അവരുടെ ഒരു സൗഹൃദത്തിൽ ഒരു ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അവർ വിളിക്കണമല്ലോ, ഒരു പാസിംഗ് സീൻ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത് അവരുടെ മര്യാദ. അത് നോ എന്ന് പറയുന്നത് അവരോടും എന്നോടും മലയാള സിനിമാ ലോകത്തോടുള്ള എൻ്റെ മര്യാദ എന്നുള്ളത് കൊണ്ട് അതില്ല. പക്ഷെ സീരിയസ് ആയിട്ടുള്ള സിനിമാ മോഹം, സിനിമാ മോഹം എന്ന് പറയുന്നത് പക്ഷെ അങ്ങ് ചോദിച്ചതുപോലെ അഭിനയമല്ല. സിനിമ എഴുതണം എന്ന്, തിരക്കഥ എഴുതണം എന്ന് വളരെ ഗൗരവത്തിലുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊടുത്തോട്ടെ, രാഹുൽ തിരക്കഥ എഴുതുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വളരെ ആലോചനയിലുണ്ടായിരുന്നു. അപ്പം ആലോചനയിൽ ഇരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പം പിന്നെ സമയം കുറഞ്ഞു.
അതിനുശേഷം ആണ് വീണ്ടും പാലക്കാട് MLA ആകുന്നത്. പിന്നെ സമയം നന്നേ കുറഞ്ഞു. അപ്പം അതുകൊണ്ടൊക്കെ മുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ എങ്കിലും എൻ്റെ പീരീഡ് ഓഫ് ടൈം സിനിമ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില സംവിധായകരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പം ജോഫിൻ, ഇപ്പം രേഖാചിത്രത്തിൻ്റെ ജോഫിനൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ജോഫിനോടൊക്കെ ഒന്ന് രണ്ട് കാര്യം സംസാരിച്ചിരുന്നു. ഒരിക്കൽ ആൻഡോ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം അവരൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഞങ്ങൾ എന്തായാലും കൊടുക്കാൻ പോവാ, തിരക്കഥ രചനയിലാണ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, സമ്മതിച്ചിട്ടുണ്ടേ. ഇല്ലില്ല, രചനയിലല്ല കേട്ടോ, രചനയിലില്ല. ചില കാര്യങ്ങൾ ആലോചനയിൽ. അതെ, അത് മതി. ഉള്ളിൽ നടക്കുകയാണ്, എഴുത്ത് നടക്കുകയാണ്, അത് പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് വരും, കുഴപ്പമില്ല. നോട്ട് വരണം എന്നുള്ളത് ആഗ്രഹമാണ്. നമ്മുടെ ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.